ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായി ആരും ഉണ്ടായില്ല. പ്രണയം ജീവിതത്തെ മനോഹരമാക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പ്രണയിക്കുന്നവരും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരും എല്ലാം ഏറെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് പ്രണയദിനം. ലോകമെമ്പാടും ഫെബ്രുവരി 14-നാണ് വാലന്റൈൻസ് ഡേ അഥവാ പ്രണയദിനം ആഘോഷിക്കുന്നത്. കമിതാക്കൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും പ്രണയതുരമായ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്നത് ഈ ദിനത്തിലാണ്. എന്നാൽ ഈ വർഷം പ്രണയ ദിനത്തിൽ ദമ്പതികൾ കൈമാറിയ ഒരു കരാറിന്റെ കഥ പങ്കിടുകയാണ് സോഷ്യൽ മീഡിയ. പ്രണയ ദിനത്തിൽ പരസ്പരം സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിനായി ഒരു കരാർ എഴുതിയുണ്ടാക്കി അതിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഒരു ദമ്പതികൾ. ഗുർക്കെ കലേഷ് എന്ന എക്സ് പേജിൽ ആണ് ഇങ്ങനെ ഒരു കരാർ പങ്കുവെച്ചിരിക്കുന്നത്. മുദ്രപത്രത്തിലാണ് ഈ കരാർ എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. വിവാഹം ഇത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആരും തന്നോട് പറഞ്ഞിട്ടില്ലെന്നും വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം തന്റെ ഭാര്യ ഈ വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും പേജിൽ ഭർത്താവ് പോസ്റ്റ് പങ്കുവെച്ചത്. കരാറിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: വാലന്റൈൻസ് വേളയിൽ പതിവ് തർക്കങ്ങൾ ഒഴിവാക്കാനും പാർട്ടി 1-ന്റെ ട്രേഡിംഗ് അഭിനിവേശം കാരണം വളരെ കാലമായി ദാമ്പത്യത്തിൽ നഷ്ടമായ പ്രണയം പുനരുജ്ജീവിപ്പിക്കുവാനും ഇരു കക്ഷികൾക്കും ചില ഗൃഹ നിയമങ്ങൾ പാർട്ടി 1 ആയ ശുഭം, പാർട്ടി 2 ആയ അനയ എന്നിവർ തമ്മിൽ എഴുതി ഉറപ്പാക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കരാർ അവസാനിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട കക്ഷി വസ്ത്രങ്ങൾ കഴുകൽ, ടോയ്ലറ്റ് വൃത്തിയാക്കൽ, പലചരക്ക് ഷോപ്പിംഗ് എന്ന് തുടങ്ങിയ 3 മാസത്തെ വീട്ടു ജോലികൾ ചെയ്ത് പ്രശ്ന പരിഹാരം നടത്തേണ്ടതുമാണ്. കരാറിൽ 2 പാർട്ടികളും പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: പാർട്ടി 1 ചെയ്യേണ്ടവ: ഡൈനിങ് ടേബിളിൽ കുടുംബകാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുക. ട്രേഡിംഗ് ചർച്ചകൾ നിരോധിച്ചിരിക്കുന്നു. കിടപ്പുമുറിയുടെ വൃത്തി പരിപാലിക്കുക. സ്വകാര്യ നിമിഷങ്ങളിൽ മൂലധന നേട്ടം, നഷ്ടം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക. മൈ ബ്യൂട്ടി കോയിൻ, മൈ ക്രിപ്റ്റി പൈ എന്ന് തുടങ്ങിയ പേരുകളിൽ അനയെ വിളിക്കുന്നത് അവസാനിപ്പിക്കുക. കോയിൻ DCX പോലുള്ള ട്രേഡിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതും രാത്രി 9 മണിക്ക് ശേഷം നാണയ ഗവേഷണത്തിനായി യൂട്യൂബ് വീഡിയോകൾ കാണുന്നതും ഒഴിവാക്കുക. പാർട്ടി 2 ചെയ്യേണ്ടവ: ശുഭത്തിനെ കുറിച്ച് അമ്മയോട് പരാതിപ്പെടുന്നത് നിർത്തുക. ശുഭത്തിന്റെ മുൻ പങ്കാളിയെ തർക്കത്തിൽ കൊണ്ടുവരുന്നത് ഒഴിവാക്കുക. വില കൂടിയ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക. രാത്രി വൈകി ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. സംഭവം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. പലരും തങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ചും കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ത്രീകളുടെ അഭിപ്രായത്തിൽ കരാറിൽ പറഞ്ഞ പാർട്ട് 2-ലെ 3-4 നിർദ്ദേശങ്ങൾ പാലിക്കാനാവില്ലെന്നും അതിനു പകരം മറ്റെന്തെങ്കിലും ചേർക്കണമെന്നുമാണ്. ഇതിനും ഭേദം തങ്ങളെ കൊല്ലുന്നതാണ് എന്നാണ് ചില പുരുഷന്മാർ ഇതിനോട് പ്രതികരിച്ചിരുന്നത്. മീറ്റു ക്യാമ്പയിൻ പോലെ സേവ് മീ ക്യാമ്പയിൻ തുടങ്ങാൻ ആണുങ്ങൾ തയ്യാറാകണമെന്നും ചില രസകരമായ കമന്റുകളുണ്ട്.